ഉള്ളാളം ദർഗയിലൊക്കെ പണം ശേഖരിപ്പിക്കുന്നില്ലേ, മറ്റുള്ള തങ്ങന്മാരൊക്കെ പണം ഇത് എടുക്കുന്നില്ല, അതായത് കൊടിമരമൊക്കെ കെട്ടിയിട്ട് പണം എത്രയോ അടുത്ത് എടുക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളെ തുടർന്ന് തെളിവ് സഹിതമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തന്ന സുഹരി ഉസ്താദ് ഇപ്പോൾ കള്ളനും, ഇയാള് ഈ തങ്ങളിപ്പോൾ നന്മ മരവും അല്ലെ. പിന്നെ പേരോട് ഉസ്താദ് പറഞ്ഞു ആരോ പറഞ്ഞു അല്ലെ, അത് എല്ലാവർക്കും എന്തും ചെയ്യാം കേട്ടോ, എല്ലാവർക്കും എന്തും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കഞ്ചാവിന് അഡിക്റ്റായ ഒരാളെ, അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക്, അല്ലെങ്കിൽ എന്താ പറയുക, കള്ളു കുടിക്കുന്ന ഒരാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല വഴികളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ചിലപ്പോൾ നമ്മുടെ വാക്ക് കൊണ്ടായിരിക്കും അവരതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുക. അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയിട്ടെങ്കിലും അവരെ നന്നാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ചില ആൾക്കാരെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്ത് തന്നെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അവർ ഈ ഇതിലേക്ക് അഡിക്റ്റായി പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്തായിട്ട് നല്ല രീതിയിൽ വിമർശനമേറ്റ ഒരാളാണ് നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പറ്റിയിട്ട് മുമ്പ് തന്നെ അദ്ദേഹം ലൈവ് തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ തന്നെ ഈ എത്രയോ ഇഷ്യൂകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുള്ളത് അല്ലേ. ആദ്യം ഖുർആനെ തെറ്റിയിട്ട് ഓതി, അതിന് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ട്രോളന്മാർക്ക് ട്രോളാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഖുർആനെ തെറ്റിയിട്ട് ഓതിയത്. തുടർന്ന് ഇങ്ങനെ പല വിവാദങ്ങളിലും ഏർപ്പെട്ട ഒരാളാണ് നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ തങ്ങൾ. എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തിനോട് ഒരു വൈരാഗ്യവും ഇല്ല. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് ഇതിലധികമായിട്ടും 90% വരുന്നത് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്താമാറും ഉമ്മാമാറും പെങ്ങാമാറുമായിരിക്കും ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്നത്. അതും കമൻറ്റ് നല്ല രീതിയിൽ ഇട്ടാൽ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ അവരിടുന്നതായ കമൻറ്റ്സുകൾ നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാകും. ഇതിനു മുമ്പ് നമ്മൾ നൂറെ ഹബീബ് എന്ന് പറയുന്ന ആ തങ്ങളെ കുറിച്ച് സംസാരിച്ച സമയത്ത് അതിൻ്റെ അകത്ത് വന്ന് പല രീതിയിലുള്ള തെറി സഹിതം കമൻറ്റുകളുമായി ഇട്ട ആൾക്കാരും ഉണ്ട് അല്ലേ. ഞാൻ ചോദിക്കുന്നത്, ഒരു ഇസ്ലാമികപരമായിട്ട് അത്രയും തഖ്വയുള്ള ഒരാളാണ് ആ ഒരു ലൈവ് നടത്തുന്നതെങ്കിൽ അതിനെ കാണുന്ന അനുയായികളും അത്തരത്തിലുള്ള തഖ്വയുള്ള ആൾക്കാരായി മാറണം. അതിനും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബാഡ് കമൻറ്റ്സുമായിട്ട് വരുന്നവർ ആണെങ്കിൽ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, നൂറെ ഹബീബ് എന്ന് പറയുന്ന ആ തങ്ങളെ ഒരു ലൈവ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ലൈവിൽ പറയുന്നതായ ചില കാര്യങ്ങൾ സുഹരി ഉസ്താദിനെ സംബന്ധിച്ചായിരുന്നു സംസാരിച്ചത്. അത് അദ്ദേഹം തന്നെ, സുഹരി ഉസ്താദ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അപ്ലോഡ് ചെയ്യുകയുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിനെ തുടർന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിനെ പറ്റിയിട്ട് സുഹരി ഉസ്താദ് ഇനി ഞാൻ അവസാനമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇനി ഞാൻ നൂറെ ഹബീബിനെ കുറിച്ച് ഒരു വീഡിയോയും ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടും അവസാനിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതുമാണ്. ഈ ഒരു ലൈവിൽ വന്ന് ഇദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ശരിക്കും അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ നിങ്ങൾ, ഈ അൻസാരി സുഹരി ഉസ്താദ് എന്ന് പറയുന്ന ഈ ഉസ്താദ്, നമ്മൾ എത്രയോ വിവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് പല രീതിയിൽ ഇസ്ലാം മതത്തെ തകർക്കാൻ വേണ്ടി നോക്കുകയും ഇത്തരത്തിലുള്ള പല ഇടപാടുകൾ നടത്തുമ്പോഴും അതിനൊക്കെ ശബ്ദിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് സുഹരി ഉസ്താദ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേജ് മുഖേന കണ്ടാലും മനസ്സിലാകും. മാത്രമല്ല ഹൈന്ദവരും ക്രൈസ്തവരും അതേപോലെ ഇസ്ലാം മതം, ഇത് എല്ലാ മതവും ഒത്തൊരുമയോടെ കഴിയണം എന്നുള്ള തരത്തിലുള്ള വീഡിയോകൾ പലതും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതും സുഹരി ഉസ്താദിൻ്റെ ചാനലിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ചാനലിലൂടെയോ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹം അത്രയും പെർഫെക്റ്റായിട്ട് വീഡിയോകൾ ചെയ്യുന്ന ഒരാൾ, അയാൾ നൂറെ ഹബീബിനെ എതിർക്കണമെങ്കിൽ അതിൽ പിന്നിൽ നല്ല രീതിയിൽ കാരണങ്ങൾ ഉണ്ടായേക്കാം. ആ കാരണങ്ങളില്ലാതെ അദ്ദേഹം ഒരിക്കലും ഒരു വിഷയത്തിനോട് തുടർന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ കണ്ടെടുത്തോളം അദ്ദേഹത്തിനെ പിൻപറ്റാൻ വേണ്ടി തുടങ്ങിയിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ചാനൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേജ് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം കുറേ വർഷങ്ങളായി. നല്ല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും വാക്കുകളും, പ്രസക്തിയുള്ള വാക്കുകളാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ തങ്ങളെതിരെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈവ് വീക്ഷിക്കുന്നതായ എത്രയോ പേര് വന്ന് സുഹരി ഉസ്താദിനെ തെറി പറയുകയും അദ്ദേഹത്തിനെതിരായി വിമർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ബോധം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കിയ എത്രയോ ആൾക്കാർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്.
ഇപ്പോൾ ഈ അടുത്ത് ലൈവിൽ പറയുന്നത് ഉള്ളാളം ദർഗയിലൊക്കെ പണം ശേഖരിപ്പിക്കുന്നില്ല, മറ്റുള്ള തങ്ങന്മാരൊക്കെ പണം ഇത് എടുക്കുന്നില്ല, അതായത് കൊടിമരമൊക്കെ കെട്ടിയിട്ട് പണം എത്രയോ അടുത്ത് എടുക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നുള്ളത് എന്ന് നമുക്ക് പറഞ്ഞ് തീരാൻ പറ്റുന്നില്ല. അത്രയ്ക്കും അദ്ദേഹം ഒരു പൊട്ടത്തരമാണ് വിളിച്ചു പറയുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ഒരിക്കലും അദ്ദേഹം തങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ഡ്യൂ റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ പറയാതെ വയ്യ, വായിൽ വന്നു പോകുന്നതാണ്. എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊരുത്തപ്പെട്ടു തരിക. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഓൺലൈൻ മജ്‌ലിസിലേക്ക് ഒന്നും തന്നെ നിങ്ങൾ ചെന്ന് പെട്ടുപോകരുത്. അതുമാത്രമല്ലാതെ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില യൂട്യൂബേഴ്സ് എന്താ ചെയ്യുക? എത്രയോ യൂട്യൂബേഴ്സ് ഞാൻ കണ്ടിടത്തോളം കുറേ ഇതൊക്കെ തൊപ്പിയൊക്കെ വെച്ച് വരും, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഈ തങ്ങളെ ഇങ്ങനെ പൊക്കി കൊണ്ടുപോയിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല, ഈ സുഹരി ഉസ്താദ് പറഞ്ഞത് തീരെ ശരിയല്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, റീച്ച് ഉണ്ടാക്കുക, മാത്രമല്ല ചാനൽ നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കുക എന്ന്. അദ്ദേഹത്തിൻ്റെ ലൈവ് വീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഇവരുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും അവരുടെ ചാനൽ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അതിൽ തങ്ങളെ പുകഴ്ത്തി പറയുകയല്ലോ, മദ്ഹ് പറയുകയല്ലോ. അപ്പോൾ അവരതിനെന്തായാലും പൊക്കിക്കൊണ്ടുപോകും അല്ലേ. ഏതായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ അടുത്തായിട്ട് അദ്ദേഹം ലൈവിൽ പറഞ്ഞതായ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ആദ്യം ഒന്ന് കേട്ട് നോക്കിയേ. ഒന്നാമത് കിടക്കുക അലിമീങ്ങളായിരിക്കും, അല്ലെ? അലിമീങ്ങളായിരിക്കും. ഇപ്പൊ നമ്മളെ എന്താ സുഹരി ഉസ്താദിലെ പേര് അൻസാരി സുഹരി, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. കുടിമരത്തിനെ കുറിച്ച് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടു, രണ്ടാമതായ ഒരു വീഡിയോ ഇട്ടു. ഞാൻ നിങ്ങൾക്ക് തിരിഞ്ഞ വീഡിയോ അത് കട്ടാക്കി. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം. ഹിദായത്ത് നൽകട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ കേട്ടല്ലോ. സുഹരി ഉസ്താദ് നല്ല രീതിയിൽ ദർസൊക്കെ പഠിച്ച് അത് കഴിഞ്ഞ് സനതൊക്കെ വാങ്ങിയ ഒരു ഉസ്താദാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം എന്തെങ്കിലും ഇസ്ലാം മതത്തിനെ പറ്റിയിട്ട് വിമർശനങ്ങൾ വരുന്ന സമയത്തൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അല്ലേ. ഇത്രയും കൊല്ലം പഠിച്ച് ഈ തങ്ങൾ ആണെങ്കിലോ അദ്ദേഹത്തിൻ്റെ ആരോ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ശരിക്കും ദർസും കൂടി ശരിക്കും പഠിക്കാതെയാണ് ഇദ്ദേഹം ദുആ ചെയ്യുന്നത്, ഹിദായത്ത് കൊടുക്കണേ എന്ന്. എന്തല്ലേ, എവിടേക്കാണ് ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അല്പമെങ്കിലും ബോധമുള്ള ആൾക്കാരാണോ ഇല്ലയോ എന്ന് പോലും ചിന്തിച്ചു പോയി. കൂടുതലായിട്ട് പറയുന്നില്ല, ഒന്ന് കേട്ട് നോക്കിയേ. ഇതിൽ പിന്നീട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് ഒന്ന് കേട്ട് നോക്കിയേ. പേരോട് ഉസ്താദിനടക്കം എന്തൊക്കെയോ പറയുന്നുണ്ട്. കൊടിമരം ആളുകൾ ആ കൊടിമരം കെട്ടിപ്പിടിച്ചിട്ടും അതില് ഉമ്മ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതുണ്ടാക്കിയത്. നമ്മളറിയാതെ എന്താക്കി എന്താ പറയാ, നമ്മളറിയാതെ പൈസ ഇട്ടു. നമ്മൾ പറഞ്ഞു അത് ആരാധിക്കരുത്, അതിന് പൈസ ഇടരുത്. ഇനി പൈസ ഇട്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, അതൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ലൈവില് പറഞ്ഞു. അതിൽ പകുതി കട്ടാക്കിയിട്ട് അയാൾ രണ്ടെണ്ണം പിന്നെ പേരെടുത്തത് പറഞ്ഞാരോ പറഞ്ഞു. അല്ലെ, അത് എല്ലാവർക്കും എന്തു ചെയ്യാം കേട്ടോ, എല്ലാവർക്കും എന്തു ചെയ്യാം. തങ്ങൾപ്പാപ്പാക്ക് നൂറെ ഹബീബ് തങ്ങൾക്കൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാ മൗലിയമാർക്കും പല രീതിയിലും പല കോലത്തിലും എന്ത് ചെയ്യാം പക്ഷെ നൂറെ ഹബീബ് തങ്ങൾ എന്ത് തങ്ങളൊന്നും ഇതാ പറഞ്ഞ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ഹക്കും റബ്ബിനറിയാം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ഉള്ളാളത്തെ പള്ളിയിൽ പൈസ ഇടുന്നുണ്ട്, ഉള്ളാളത്തെ കിണറിൽ പൈസ ഇടുന്നുണ്ട്. എന്താ പറയുന്നത്, വേറെ തങ്ങന്മാർ പേര് പറയുന്നില്ല, വേറെ തങ്ങന്മാർക്കുണ്ട് കുടിമരങ്ങൾ. ഓർക്കെന്താ
എല്ലാരും പ്രശ്നം നൂറെ ഹബീബ്, എല്ലാരെയും പ്രശ്നം, എല്ലാരെ കണ്ണിലെ കരടും എന്താണ് നൂറെ ഹബീബ്. എന്നാൽ നൂറെ ഹബീബിന് എന്തെങ്കിലും പിന്നെ വിഷമുണ്ടോ? നൂറെ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റത്തതാ ശനി ഞായറൊക്കെ ആയിരക്കണക്കിനാണ്. നൂറെ ഹബീബിന് തങ്ങളെ 24,000 കേക്ക്, ഇന്ന് 24,000 100 കുറവാ, 23,900. പോയോലെ പോയാലും നമ്മക്കെന്താ, മടവൂരിടുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തിടുന്നുണ്ട്. അതൊന്നും അപ്പോ വീഡിയോ കിടന്നു നമ്മളെ സംബന്ധിച്ച് നമ്മളെ വഴിക്ക് പോലും. എന്നാൽ ഈ മജ്‌ലിസിന്റെ തുടക്കത്തിൽ ഞാനൊരു ഹദീസ് ഓതി. എല്ലാവർക്കും എന്നോട് അസൂയാണ്. ആ ഉസ്താദിന് ഭയങ്കര അസൂയാണ്. അല്ലാഹു നന്നാക്കി കൊടുക്കട്ടെ. ഇത്തരം നമ്മൾ അല്ലാഹു ഖൽബ് നന്നായി കൊടുക്കട്ടെ. അയാളൊരു പിന്നെ എന്തെങ്കിലും എന്താണ്, അയാൾ ഉസ്താദല്ല, അങ്ങനെ പറയണ്ട. TV ചർച്ചയിൽ വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുമ്പോ ഞാനൊരു വലിയ ആളാണ്, ആളെ കിട്ടാനൊക്കെ വേണ്ടി വെറുതെ അതൊന്നും പെട്ടുപോകണ്ട. അല്ലാഹു നല്ല ഖൽബ് അല്ലാഹു നല്ല കൊടുക്കട്ടെ. എന്താ പറയാല്ലേ, ഇങ്ങനെയൊക്കെയാണ് പോക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവസാനം അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും ഇതിനൊക്കെ. നിങ്ങൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളെ തുടർന്ന് തെളിവ് സഹിതമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തന്ന സുഹരി ഉസ്താദ് ഇപ്പോൾ കള്ളനും, ഇയാൾ ഈ തങ്ങളിപ്പോൾ നന്മ മരവും അല്ലേ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കള്ളുകുടിയോ കഞ്ചാവോ ആണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ടെങ്കിലും മനസ്സിലാക്കിയിട്ട് അതിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പോവാം. ഇതുപോലെ അഡിക്റ്റ് ആയിട്ടുള്ള ആളെ ഒരിക്കലും നമുക്ക് പിന്തിരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻഷാ അല്ലാഹ് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരികയും ശരിക്കും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.